മുമ്പ് പറഞ്ഞൊരു കാര്യം ആവർത്തിക്കാതെ ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ. പറഞ്ഞത് പിന്നെയും പിന്നെയും പറയുന്ന ഒരു സുഖമുള്ള കാര്യമല്ല എന്നറിയാം. എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മുമ്പൊക്കെ ഇടതുപക്ഷ സർക്കാരുകളുടെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തിയിരുന്നു ഈ CITUക്കാർ, പ്രത്യേകിച്ച് ചുവട്ടുതൊഴിലാളി സംഘടനക്കാർ, അട്ടിപ്പറിക്കൂലിയായിട്ടും തട്ടിപ്പറിക്കൂലിയായിട്ടും ഒക്കെ അവർ പത്രപംക്തികൾ ഇടം പിടിക്കും. മനോരമ മാതൃഭൂമിയൊക്കെ ഈ CITUക്കാർ നന്നാക്കാൻ വേണ്ടി ഒരുപാട് പത്രസ്ഥലം ചെലവഴിക്കുകയും ഒരുപാട് അച്ചടി മഷി പറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും CITUക്കാരും മര്യാദക്കാരായി, ചുമട്ടുകാരൊക്കെ ഇപ്പോൾ അട്ടിമറി കൂലി ചോദിക്കാതെ മനുഷ്യരെ പിടിച്ചു പറിക്കാതെ മാന്യന്മാരായിട്ട് ജീവിക്കുക. പക്ഷേ ചരിത്രപരമായ ഉത്തരവാദിത്വം ഈ എത്തപ്പയിലും അതുപോലെ DYFIയിലുമുള്ള കുട്ടി സഖാക്കൾ ഏറ്റെടുത്തിരിക്കുക. എങ്ങനെ പോയാലും സർക്കാരിനെ ഞങ്ങളൊരു വഴിക്കാക്കും എന്ന നിർബന്ധ ബുദ്ധി ഇവർക്കാണുള്ളത്. മുഖ്യൻ്റെ നവകേരള യാത്ര നടക്കുന്ന സമയത്ത് നമ്മുടെ DYFIക്കാർ നടത്തിയ ജീവൻ രക്ഷാപ്രവർത്തനം നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ മഹാരാജ് കോളേജിലും പാലക്കാട് വിക്ടോറിയ കോളേജിലും കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലും മറ്റ് നിരവധി കലാലയങ്ങളിലുമൊക്കെ അതാതിടത്തെ പ്രിൻസിപ്പൾമാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു, കസേര കത്തിച്ചുമൊക്കെ SFIക്കാർ നടത്തിയ വിപ്ലവം നമുക്കറിയാം. തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജിൻ്റെ മുമ്പിൽ യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്നെഴുതി ആരിഫ് ഖാനെ വെല്ലുവിളിച്ചതും മറക്കാറായിട്ടില്ല. അങ്ങനെ ഒരുപാട് ധീരകൃത്യങ്ങൾ ചെയ്തവരാണ്. പിന്നെ എഴുതാത്ത പരീക്ഷ പാസ്സാക്കുക, വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി സമ്പാദിക്കുക, അതിലുപരിയായിട്ട് BCOമിന് തോറ്റവന് MCOമിന് ചേരുക, ഇങ്ങനെയൊക്കെയുള്ള പലവിധ കലാവിദ്യകളും ഇവർ നടപ്പാക്കി നമ്മളെ കോൾമയർ കൊള്ളിച്ചു. ഇത് കഴിഞ്ഞ് ഇപ്പോൾ പോലീസുകാരനെ ആക്രമിക്കുന്ന രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഒരു CPO, അതായത് സിവിൽ പോലീസ് ഓഫീസർ, ആ ജോലി വഹിക്കുന്ന ഒരു യുവാവും അദ്ദേഹത്തിൻ്റെ സഹോദരിയും ഏതോ ഷോപ്പിംഗ് മാളിൽ നിൽക്കുമ്പോഴാണ് SFIക്കാരായ ധീരസഖാക്കൾ അദ്ദേഹത്തെ കണ്ടെത്തി ദേഹോപദ്രവത്തിന് തുനിഞ്ഞത്. ആ പോലീസുകാരനെ ഓടിച്ചിട്ടടിച്ചു. പോലീസുകാരൻ ഇവരിൽ നിന്ന് കുതറി മാറാനും ഒഴിഞ്ഞു മാറാനും തല്ലുകൊള്ളാതെ നോക്കാനൊക്കെ പരമാവധി ശ്രമിക്കുന്നത് നമുക്ക് ഇതിൻ്റെ CCTV ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. പക്ഷേ SFIക്കാർ അദ്ദേഹത്തെ പിന്നാലെ ചെന്ന് പരമാവധി ഉപദ്രവിക്കും. ഇവരുടെ ഇടി കൈകൊണ്ട് തടഞ്ഞ കുറ്റത്തിന് ഇയാളുടെ പേരിൽ ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് പോലീസ് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കാരണം നാട് ഭരിക്കുന്ന പിണറായി മഹാരാജാവാണ്. അദ്ദേഹത്തിൻ്റെ മുഖ്യ സചിവൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി സഖാവ് P ശശിയാണ്. തിരുവനന്തപുരത്താണെങ്കിൽ പ്രത്യേകിച്ച് സഖാക്കളുടെ ഒരു വലിയ ഭരണമാണ് നിലനിൽക്കുന്നത്. അവിടെ ജില്ലാ സെക്രട്ടറി B ജോയിയുണ്ട്, പിന്നെ മുതിർന്ന നേതാവ് ആനാവൂർ നാഗപ്പനുണ്ട്, മറ്റ് പല നാഗന്മാരും ഉണ്ട്. അവരുടെ കൽപ്പനകളനുസരിച്ച് മാത്രമേ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ പാർട്ടിയിൽ നിന്നുള്ള ഉത്തരവ് ഈ പോലീസുകാരൻ്റെ പേരിൽ കേസെടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ പോലീസുകാരൻ്റെ പേരിൽ കേസെടുത്തു. പിന്നെ പോലീസുകാരൻ്റെ പരാതിയിൽ എത്തപ്പൈക്കാർക്കെതിരായിട്ടും കണ്ടാൽ അറിയാവുന്ന മറ്റ് 3-4 പേർക്കെതിരായിട്ടും ഒരു കേസും കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ താരതമ്യേന ദുർബലമായ വകുപ്പുകളാണ് SFIക്കാർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പോലീസുകാരനെതിരായിട്ടാണെങ്കിൽ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പാകത്തിനുള്ള കഠോരമായിട്ടുള്ള കുറ്റാരോപണങ്ങളാണ് ഉള്ളത്. അപ്പം ഇങ്ങനെ വളരെ രസകരമായ രീതിയിൽ നമ്മുടെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കെടാൻ പോകുന്ന വിളക്ക് ആളിക്കത്തും എന്ന് പറയും. അങ്ങനത്തെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ മലയാളിയും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് തെരഞ്ഞെടുപ്പ് പറ്റുമെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ പ്രഖ്യാപിക്കണമേ, അത് ഏറ്റവും അടുത്തൊരു ദിവസം നടക്കണമേ, ആ ദിവസത്തിൻ്റെ ഏറ്റവും അടുത്ത ദിവസം തന്നെ വോട്ടെണ്ണി ഫലപ്രഖ്യാപനം വരണമേ, ഈ പണ്ടാറ വധൂരി എവിടേക്കെങ്കിലും കെട്ടിയെടുക്കണമേ എന്നാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരിൽ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവരിൽ നല്ലൊരു ഭാഗം BJPക്കാരും അല്ല, കോൺഗ്രസ്സുകാരും അല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരും അല്ല, നേരെ മറിച്ച് ഈ നാട്ടിലെ ഇടതുപക്ഷ വിശ്വാസികളാണ്, പ്രത്യേകിച്ച് CPMകാരാണ്. എവിടെ വെച്ചൊരു CPMകാരനെ കണ്ടാലും അയാൾ രഹസ്യമായിട്ട് സൗണ്ട് കുറച്ച് നമ്മുടെ ചെവിയിൽ പറയും, പൊന്നു സാറേ പണ്ടാരം പോയാൽ മതിയായിരുന്നു. ഇത് കുറച്ചാൾ കൂടി നീണ്ടു നിന്നാൽ പിന്നെ ഇടതുപക്ഷക്കാരനെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ വരും. ബംഗാളിലെ അവസ്ഥ ഇവിടെ ആവർത്തിക്കും. കേരളം ബംഗാളാവാതിരിക്കണമെങ്കിൽ ഈ സർക്കാർ ഒരു ദിവസം മുമ്പ് പോകണം എന്ന് ഇങ്ങനെ പറയുന്നവർ ഇടതുപക്ഷ വിരോധികളല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷക്കാരാണ്. വോട്ടവകാശം കിട്ടിയ അന്ന് മുതൽക്ക് ഇന്ന് വരെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ മറ്റ് ചിഹ്നങ്ങളിൽ വോട്ട് ചെയ്ത് ശീലിച്ചു പോയവരാണ്. ആ ശീലം മാറ്റാൻ പറ്റാത്തവരാണ്. പക്ഷെ അവർ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തിക്കും കോണിക്കും അല്ലെങ്കിൽ മറ്റ് ചിഹ്നങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ട്
ആ, വാശി പിടിച്ച് നിൽക്കുകയാണ്. എന്ത് തന്നെ സംഭവിച്ചാലും ശരി, ഇനി കോൺഗ്രസിന് വോട്ട്, ഇനി ഇടതുപക്ഷത്തിന് ചെയ്യുന്ന ഓരോ വോട്ടും ഇടതുപക്ഷത്തിനെതിരാവും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നെഞ്ചത്ത് വയ്ക്കുന്ന റീത്തായിരിക്കും നമ്മുടെ ഓരോ വോട്ടും എന്ന് വിചാരിക്കുന്നവരാണ് ഇപ്പോൾ ഇടതുപക്ഷക്കാർ കൂടുതൽ. പിന്നെ പാർട്ടിയെ കൊണ്ട് അല്ല, എന്താണ്, വയറ്റിപ്പഴപ്പെടുത്തുന്ന ആളുകൾക്ക് ഇത് ബാധകമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇനിയും തുടരാൻ വേണ്ടിയിട്ട്, ഈ തീപെട്ടിക്കൊള്ള തുടരാൻ വേണ്ടിയിട്ട്, അക്രമം തുടരാൻ വേണ്ടിയിട്ട്, അരാജകത്വം തുടരാൻ വേണ്ടിയിട്ട്, കേരളത്തെ ഒരു ഭ്രാന്താലയമാക്കി മാറ്റി തീർക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യും. അവരൊഴിച്ചാൽ യഥാർത്ഥ ഇടതുപക്ഷക്കാർ, യഥാർത്ഥ മാർക്സിസ്റ്റുകാർ, യഥാർത്ഥ CPIക്കാർ അവരാരും ഇനി ഈ തല്ലിപ്പൊളിക്ക് വോട്ട് ചെയ്യുകയില്ല. കാരണം അത്ര മനോഹരമായ ഒരു ഭരണമാണ് ഈ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ 4.25 കൊല്ലം പൂർത്തീകരിച്ച സമയത്ത് ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, ആകെ അരനാഴിക മാത്രം ഈ ഉടുപ്പ് മാറ്റുവാൻ എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ സഖാക്കളുടെ, പ്രത്യേകിച്ച് കുട്ടി സഖാക്കളുടെ ഗുണ്ടായുസത്തിന് യാതൊരു കുറവുമില്ല. എൻ്റെ ഒരു പ്രാർത്ഥന, എത്രയും പെട്ടെന്ന് VD സതീശനാണെങ്കിൽ VD സതീശൻ, രമേശ് ചെന്നിത്തലയാണെങ്കിൽ രമേശ് ചെന്നിത്തല കേരള മുഖ്യമന്ത്രി ആകുകയും ഈ എത്തപ്പൈക്കാരെ DYFIക്കാരെ മര്യാദ പഠിപ്പിക്കുകയും ചെയ്യണം എന്നതാണ്. ഇത് പറയുന്നതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും അറിയാം, എങ്കിൽ പോലും പറയാതിരിക്കുന്ന വൃത്തിയില്ല. അത്രയും ദുസ്സഹമായ ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ സഖാക്കന്മാരുടെ ഗൃഹസന്ദർശന പരിപാടി പൂർത്തീകരിച്ചിരിക്കുന്ന സമയമാണല്ലോ. ഓരോ വീട്ടിലും ചെന്നപ്പോൾ നേതാക്കന്മാർക്ക് ഉണ്ടായ അനുഭവം എന്തായിരുന്നു, അവർക്ക് കിട്ടിയ സ്വീകരണം എന്തായിരുന്നു, അവർ തന്നെ ഒന്ന് പുനഃപരിശോധിച്ചാൽ മതി. ജനങ്ങളുടെ ഇടയിൽ എന്താണ് പാർട്ടിയെക്കുറിച്ചും സർക്കാരിനെ കുറിച്ചുമുള്ള ആ ഒരു മതിപ്പ് എന്നാലോചിച്ചാൽ മതി. അത് പോട്ടെ, ഇപ്പോൾ ഈ 3 മേഖലാ ജാഥകൾ നടത്തുന്നു. ഓരോ സ്ഥലത്തും ചെന്നപ്പോൾ പാർട്ടിക്കാരവിടെ വരികയും ഇവരുടെ ഗംഭീരമായ പ്രസംഗം കേൾക്കുകയും കോട്ടുവായിടുകയൊക്കെ ചെയ്തു എന്നുള്ളത് ശരിയാണ്. ചിലരൊക്കെ ചില സന്ദർഭങ്ങളിൽ കൈയടിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആ ജാഥ മൊത്തത്തിൽ ഉണ്ടാക്കിയ ഒരു റെസ്പോൺസ് എന്തായിരുന്നു എന്ന് ആലോചിച്ചാൽ പോട്ടെ. VD സതീശന്റെ പുതുയുഗ യാത്ര നടക്കുന്നുണ്ട്. സതീശനോട് ലഗ്നാലോ ചന്ദ്രാലോ യാതൊരു യോജിപ്പില്ലാത്ത ആളുകളും അതിൽ പങ്കെടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ കാണുന്ന വലിയ ആവേശത്തിന്റെ പൊരുൾ എന്താണ് എന്ന് ആലോചിച്ചാൽ മതി. അതിന്റെ കാരണം സത്യം പറഞ്ഞാൽ ഭരണപരാജയമല്ല, ഇതുപോലുള്ള ഈ കുട്ടി സഖാക്കളുടെ ഗുണ്ടായുസമാണ്. ഇവരൊക്കെ കാണിക്കുന്ന ഈ തെമ്മാടിത്തരത്തിന് മുഴുവനും വില കൊടുക്കേണ്ടത് ആരാണ്? ഈ സർക്കാരാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതിൽ അറിഞ്ഞും അറിയാതെയും ഭാഗഭാഗിത്വം വഹിക്കുന്ന മറ്റു പാർട്ടികളാണ്. അപ്പൊ ഈ ഭരണത്തിന്റെ അന്ത്യകൂദാശ കൊടുക്കാനായിട്ട് അധിക സമയമൊന്നുമില്ല. ആകെ അല്പനേരം മാത്രം ഈ യാത്ര തീരുവാൻ, ആകെ അരനാഴിക മാത്രം അന്ത്യകൂദാശ നൽകുവാൻ.